Good morning, students. Today I am going to take the exercise of this chapter. So, all of you take your textbook, page number 39. Okay. ഫസ്റ്റ് സെക്ഷൻ കണ്ടോ, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് വണ്ണ് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വി യൂസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫോർ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ടു മൂവ് ഫയൽ, ഫോൾഡർ ഓർ എ പ്രോഗ്രാം, അല്ലേ? ഫയലോ ഫോൾഡറോ പ്രോഗ്രാമോ ഒക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മൂവിങ് എ ഫയൽ. വി യൂസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫോർ മൂവിങ് എ ഫയൽ. സോ ഓൾ ഓഫ് യു പുട്ട് ടിക്ക് മാർക്സ് ഇൻ ദ ഓപ്ഷൻ ബി. Okay, second question. Clicking the left button once is called dash click. ലെഫ്റ്റ് ബട്ടണിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഏത് ക്ലിക്ക് എന്നാണ് പറയുന്നത്? ലെഫ്റ്റ് ക്ലിക്ക്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ലെഫ്റ്റ് ക്ലിക്ക്. എഴുതിയോ? ക്ലിക്കിംഗ് ദി ലെഫ്റ്റ് ബട്ടൺ വൺസ് ഈസ് കോൾഡ് ലെഫ്റ്റ് ക്ലിക്ക്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വി യൂസ് ദി ഡാഷ് ടു മൂവ് എ പേജ് അപ്പ് ആൻഡ് ഡൗൺ. എന്താണ്? പേജ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന്? വി യൂസ് ദി ഡാഷ് ടു മൂവ് എ പേജ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് ആൻഡ് ഡൗണിലേക്ക് പേജ് മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സ്ക്രോൾ വീൽ. എന്താണ്? സ്ക്രോൾ വീൽ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ടിക്ക് ചെയ്തോ? ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, ദ മൂവിങ് ആരോ ഓൺ ദ സ്ക്രീൻ ഈസ് കോൾഡ്. സ്ക്രീനിൽ കാണുന്ന മൂവിങ് ആരോ, അതിനെന്താ പറയണേ? പോയിൻറ്റർ. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? മൂവിങ് ആരോ ഓൺ ദ സ്ക്രീൻ ഈസ് കോൾഡ് മൗസ് പോയിൻറ്റർ എന്ന് പഠിച്ചില്ലേ? അപ്പം മൂവിങ് ആരോ എന്ന് പറയുന്നത് എന്താണ്? പോയിൻറ്റർ. അപ്പോൾ ബി, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വിക്ക്ലി പ്രസ്സിങ് ദ മൗസ് ബട്ടൺ ട്വൈസ് ആൻഡ് റിലീസിങ് ഇറ്റ് ഈസ് കോൾഡ്. എന്താണ്? ക്വിക്ക്ലി പ്രസ്സിങ് ദ മൗസ് ബട്ടൺ ട്വൈസ് ആൻഡ് റിലീസിങ് ഇറ്റ് ഈസ് കോൾഡ്. പെട്ടെന്ന് 2 വട്ടം മൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? ഡബിൾ ക്ലിക്കിംഗ്, അല്ലേ? 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതിന് എന്താണ്? ഡബിൾ ക്ലിക്കിംഗ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ക്വിക്ക്ലി പ്രസ്സിങ് ദ മൗസ് ബട്ടൺ ട്വൈസ് ആൻഡ് റിലീസിങ് ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ക്ലിക്കിംഗ്. എന്താണ്? ഡബിൾ ക്ലിക്കിംഗ്. ഫസ്റ്റ് സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായോ? ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ്. Then move to the second section. Which mouse action would you use to do the following? അതായത് നമുക്ക് കുറേ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് മൗസ് ആക്ഷനാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കേ. മൂവ് എ പ്രോഗ്രാം ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പ്രോഗ്രാം മൂവ് ചെയ്യിപ്പിക്കുന്നത് ഏത് ആക്ഷനാണ്? ഓർത്ത് നോക്കിക്കേ, ഏത് ആക്ഷനാ? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. എന്താണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓൾ ഓഫ് യു റൈറ്റ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. മൂവ് എ പ്രോഗ്രാം ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആൻസർ ഈസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. Then second one, open a folder. എന്താണ്? ഓപ്പൺ എ ഫോൾഡർ. ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡബിൾ ക്ലിക്ക്. എന്താണ്? ഡബിൾ ക്ലിക്ക്. ഓപ്പൺ എ ഫോൾഡർ, ഡബിൾ ക്ലിക്ക്. എഴുതിയോ? ദെൻ അടുത്ത എന്താണ്? മൂവ് എ പേജ് ഡൗൺ. ഡൗണിലോട്ട് പേജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന്.
സ്ക്രോളിങ് അല്ലേ? സ്ക്രോൾ വീൽ യൂസ് ചെയ്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് താഴോട്ടും മുകളിലോട്ടും നമുക്ക് പേജിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആൻസർ എന്തായിരുന്നു? സ്ക്രോൾ വീൽ. സ്ക്രോളിങ്. ആൻസർ എന്തായിരുന്നു? സ്ക്രോളിങ്. ഓക്കെ, ദെൻ അടുത്ത എന്തായിരുന്നു? സെലക്ട് ആൻ ഇമേജ്. ഒരു ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? സെലക്ട് ആൻ ഇമേജ് എന്താ? ലെഫ്റ്റ് ക്ലിക്ക്. മനസ്സിലായോ? ലെഫ്റ്റ് ക്ലിക്ക് നമ്മളെ എന്തിനു സഹായിക്കും? നമ്മുടെ മോണിറ്ററിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ സെലക്ട് ആൻ ഇമേജ് എന്നുള്ളത് ലെഫ്റ്റ് ക്ലിക്ക്. അവിടെ മിസ് എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതിക്കേ, ലെഫ്റ്റ് ക്ലിക്ക്. ഓക്കെ, അടുത്ത എന്താണ്? ഓപ്പൺ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡബിൾ ക്ലിക്ക് അല്ലേ? ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ, പ്രോഗ്രാം ഓപ്പൺ ചെയ്യാനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഡബിൾ ക്ലിക്ക്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സെക്ഷൻ മനസ്സിലായല്ലോ. ദെൻ മൂവ് ടു ദ തേർഡ് സെക്ഷൻ, ദാറ്റ് ഈസ് അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ടു ഫോം കറക്റ്റ് വേർഡ്സ്. അതായത് ലെറ്റേഴ്സ് അൺസ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള വേർഡ് നമ്മൾ എടുത്തെഴുതണം അല്ലേ? നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്താ? നമുക്ക് കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് എന്തൊക്കെയാണ്? N, P, I, O, E, T, R. എന്താണ്? N, P, I, O, E, T, R. അത് ഏത് വേർഡാണ്? പോയിൻ്റർ. വേർഡ് ഏതാണ്? പോയിൻ്റർ. POINTER. പോയിൻ്റർ. POINTER. പോയിൻ്റർ. എഴുതിയോ? ഓക്കെ, ഇനി സെക്കൻഡ് എന്താ കൊടുത്തിരിക്കുന്ന ലെറ്റർ? ഒന്നെല്ലാവരും നോക്കിയേ. DUEOBL. അതൊരു വേർഡ്. ദെൻ അടുത്ത് കൊടുത്തിരിക്കുന്ന വേർഡ് ഏതായിരുന്നു? LICCK. അതേത് വേർഡാണെന്നറിയാമോ? ഡബിൾ ക്ലിക്ക്. അതെന്താണ്? ഡബിൾ ക്ലിക്ക്. DOUBLE. ഡബിൾ. DOUBLE. ഡബിൾ. ദെൻ ക്ലിക്ക്. CLICK. ക്ലിക്ക്. എഴുതിയോ? ഡബിൾ ക്ലിക്ക്. ഓക്കെ, ദെൻ തേർഡ് വൺ നോക്കിക്കേ. DARG. അതൊരു വേർഡാണ്. ദെൻ അടുത്തൊരു വേർഡ് കൊടുത്തേക്കുന്നത് എന്താണ്? NAD. ദെൻ അടുത്ത എന്താണ്? ROPD. അതെന്താണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. എന്താണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഡ്രാഗ് എങ്ങനെയാണ്? DRAG. ഡ്രാഗ്. DRAG. ഡ്രാഗ്. ആൻഡ് AND. ആൻഡ്. ഡ്രോപ്പ്. DROP. ഡ്രോപ്പ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. എഴുതിയോ? ദെൻ ഫോർത്ത്, ലെഫ്റ്റ് ക്ലിക്ക്. ഫോർത്ത് വേർഡ് എങ്ങനെ കൊടുത്തിരിക്കുന്നത്? LEFT. ദാറ്റ് ഈസ് ലെഫ്റ്റ്. LEFT. ലെഫ്റ്റ്. അടുത്ത വേർഡ് എന്തായിരുന്നു? KCLCI. ദാറ്റ് വേർഡ് ഈസ് ക്ലിക്ക്. CLICK. ലെഫ്റ്റ് ക്ലിക്ക്. LEFT. ലെഫ്റ്റ് ക്ലിക്ക്. CLICK. ലെഫ്റ്റ് ക്ലിക്ക്. എഴുതിയോ? ദെൻ അടുത്ത എന്താണെന്നറിയാമോ? സ്ക്രോൾ. ഫിഫ്ത്ത് സെക്ഷൻ കൊടുത്തിരിക്കുന്ന സ്ക്രോൾ. അത് അൺസ്ക്രാമ്പിൾ ചെയ്ത് എങ്ങനെ കൊടുത്തിരിക്കുന്നത്? RSCLOL. എങ്ങനെ അൺസ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? RSCLOL. അത് കറക്റ്റായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? സ്ക്രോൾ. SCROLL.
SCROLL സ്ക്രോൾ. എന്താണ്? SCROLL സ്ക്രോൾ. എഴുതിയോ? ദെൻ അടുത്ത കണ്ടോ, കളർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗസ് ഷോൺ ബിലോ ആൻഡ് ഓൾസോ റൈറ്റ് ദെയർ നെയിംസ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മൗസ് താഴെ കൊടുത്തിട്ടുണ്ട്, അത് കളർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് കളർ ചെയ്യണം കേട്ടോ. ദെൻ ആൻഡ് ഓൾസോ റൈറ്റ് ദെയർ നെയിംസ്, അതിൻ്റെ നെയിംസും എഴുതണം. എവിടെ നിന്നാണ്? നമുക്ക് മുകളിൽ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ഓപ്ഷനിൽ നിന്നും കറക്റ്റായിട്ടുള്ളത് നമ്മൾ എടുത്തെഴുതണം. മുകളിലത്തെ ഓപ്ഷൻ എന്തൊക്കെയാണ്? വയർലെസ് മൗസ്, 3 ബട്ടൺഡ് മൗസ്, സ്ക്രോൾ മൗസ്. എന്തൊക്കെയാ? വയർലെസ് മൗസ്, 3 ബട്ടൺ മൗസ്, സ്ക്രോൾ മൗസ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? സ്ക്രോൾ മൗസ്. എന്താണ്? സ്ക്രോൾ മൗസ്. SCROLL സ്ക്രോൾ. മൗസ് MOUSE മൗസ്. സ്ക്രോൾ മൗസ്. ദെൻ അടുത്തത് എന്താണ്? അടുത്ത് നോക്കിക്കേ, അടുത്ത് 3 ബട്ടണുള്ള മൗസ് അല്ലേ, അതെന്താണ്? 3 ബട്ടൺഡ് മൗസ്. എന്താണ്? 3 ബട്ടൺഡ് മൗസ്. 3 THREE 3 ബട്ടൺഡ് BUTTONED ബട്ടൺഡ് മൗസ്. MOUSE മൗസ്. 3 ബട്ടൺഡ് മൗസ്. ദെൻ തേർഡ് മൗസ് നോക്കിയേ, അതിന് വയറുണ്ടോ? സോ ദാറ്റ് ഈസ് വയർലെസ് മൗസ്. അതെന്താണ്? വയർലെസ് മൗസ്. WIRELESS വയർലെസ്. WIRELESS വയർലെസ് മൗസ്. MOUSE വയർലെസ് മൗസ്. എഴുതിയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് സെക്ഷൻ നോക്കിക്കേ, അതിൻ്റെ തന്നെ ചോദിച്ചിരിക്കുന്നത് ട്രൂ ഓർ ഫോൾസ് കേട്ടോ. കറക്റ്റ് വണ്ണിന് ടിക്ക് മാർക്സ് കൊടുക്കുക, തെറ്റായിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാം? ഇൻറ്റു മാർക്സ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ഡബിൾ ക്ലിക്ക് ഹെൽപ്സ് ആസ് ടു മൂവ് എ ഫയൽ. ഡബിൾ ക്ലിക്ക് എന്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു? ടു മൂവ് എ ഫയൽ മൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന്. അത് കറക്റ്റ് അല്ലയോ? ഡബിൾ ക്ലിക്ക് ഹെൽപ്സ് ആസ് ടു മൂവ് എ ഫയൽ, അത് കറക്റ്റാണോ? ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത് എന്തിനാ? ഫയൽ മൂവ് ചെയ്യിപ്പിക്കാനാണോ? അല്ല, പകരം എന്താണ്? ഫയൽസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡബിൾ ക്ലിക്ക് യൂസ് ചെയ്യുന്നത്. സോ ആ സെൻറ്റൻസ് എന്താണ്? റോങ് ആണ്. സോ ഓൾ ഓഫ് യു പുട്ട് ക്രോസ് മാർക്ക്. എല്ലാവരും ക്രോസ് മാർക്ക് കൊടുത്തോ? തെറ്റാണ് കേട്ടോ അത്. ദെൻ സെക്കൻഡ് എന്താണ്? സ്ക്രോൾ വീൽ ഈസ് യൂസ്ഡ് ടു മൂവ് എ പേജ് അപ്പ്. സ്ക്രോൾ വീൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? പേജ് മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സ്ക്രോൾ വീൽ ഈസ് യൂസ്ഡ് ടു മൂവ് എ പേജ് അപ്പ്. പേജ് മുകളിലോട്ട് വരാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? സ്ക്രോൾ വീൽ യൂസ് ചെയ്യുന്നു. അത് ഓപ്ഷൻ എന്താ? കറക്റ്റാണ് അല്ലേ? ആ സെൻറ്റൻസ് കറക്റ്റാണ്. സ്ക്രോൾ വീൽ യൂസ് ചെയ്തിട്ടാണ് പേജ് നമ്മൾ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് കറക്റ്റ്. സോ ഓൾ ഓഫ് യു പുട്ട് ടിക്ക് മാർക്സ്. Then third, we use a left click to select a file. We use a left click to select a file. ലെഫ്റ്റ് ക്ലിക്ക് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഫയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റ് ക്ലിക്ക്. അത് കറക്റ്റാണ് കേട്ടോ. സോ ഓൾ ഓഫ് യു പുട്ട് ടിക്ക് മാർക്സ്. തേർഡ് ക്വസ്റ്റ്യൻ കറക്റ്റാണ്. സോ ഓൾ ഓഫ് യു പുട്ട് ടിക്ക് മാർക്ക്. ദെൻ ഫോർത്ത് വൺ, വി യൂസ് എ റൈറ്റ് ക്ലിക്ക് ടു ഓപ്പൺ എ ഫയൽ. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. അതും കറക്റ്റാണ്. സോ ഓപ്ഷൻ ഓൾ ഓഫ് യു പുട്ട് ടിക്ക് മാർക്സ്. ടിക്ക് മാർക്ക് കൊടുത്തേ അവിടെ. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ എന്താണ്? വി കനോട്ട് മൂവ് എ പ്രോഗ്രാം ഐക്കൺ. നമുക്ക് പ്രോഗ്രാം ഐക്കൺ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ലെന്നത് തെറ്റാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ഐക്കണിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. സോ ദ സെൻറ്റൻസ് ഈസ് റോങ്. ആ സെൻറ്റൻസ് എന്താണ്? തെറ്റാണ്. സോ ഓൾ ഓഫ് യു പുട്ട് ക്രോസ് മാർക്ക്. എല്ലാവരും ക്രോസ് മാർക്ക് കൊടുത്തേ.
കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡബിൾ ക്ലിക്ക് ഹെൽപ്സ് ആസ് ടു മൂവ് എ ഫയൽ. ക്രോസ് ആണ്, തെറ്റാണത്. സ്ക്രോൾ വീൽ ഈസ് യൂസ്ഡ് ടു മൂവ് എ പേജ് അപ്പ്. അത് ട്രൂ, കറക്റ്റ് ആണ്. വി യൂസ് എ ലെഫ്റ്റ് ക്ലിക്ക് ടു സെലക്ട് എ ഫയൽ. ട്രൂ, കറക്റ്റ് ആൻസർ ആണ്. വി യൂസ് എ റൈറ്റ് ക്ലിക്ക് ടു ഓപ്പൺ എ ഫയൽ. അതും കറക്റ്റ് ആണ് കേട്ടോ. ദെൻ ഫിഫ്ത്ത് സെൻറ്റൻസ് എന്താണ്? വി കനോട്ട് മൂവ് എ പ്രോഗ്രാം ഐക്കൺ. ആ സെൻറ്റൻസ് തെറ്റാണ്. നമുക്ക് പ്രോഗ്രാം ഐക്കണിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്രയും സെക്ഷൻസ് ക്ലിയർ ആയോ? ദെൻ അടുത്ത സെക്ഷൻ നോക്കി. റൈറ്റ് ദി ആക്ഷൻ ഓഫ് ദ മൗസ് ബീയിങ് പെർഫോംഡ് ഹിയർ. റൈറ്റ് ദി ആക്ഷൻ ഓഫ് ദ മൗസ് ബീയിങ് പെർഫോംഡ് ഹിയർ. എന്ത് ആക്ഷനാണ് ഇവിടെ നടക്കുന്നത്? എല്ലാവരും ഫിഗർ ഒന്ന് നോക്കിക്കേ. സൈഡിലത്തെ റൈറ്റിലെ ഫിഗർ നോക്കിയേ. കമ്പ്യൂട്ടറിൻ്റെ ഐക്കണിൻ്റെ അവിടുന്ന് ഒരു ആരോ കൊടുത്ത് വെച്ച് നമ്മുടെ മോണിറ്ററിൻ്റെ മിഡിൽ പോർഷനിലേക്ക് ആ കമ്പ്യൂട്ടർ ഐക്കണിനെ കൊണ്ടുവച്ചല്ലേ. ഏത് ആക്ഷൻ അവിടെ പെർഫോം ചെയ്യുന്നത്? നമുക്കൊരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് എന്താണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. എന്താണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇപ്പോൾ ഫസ്റ്റ് അണ്ടർലൈൻഡ് അവിടെ എന്താ എഴുതണ്ടേ? ദ ആക്ഷൻ ബീയിങ് പെർഫോംഡ് ഈസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. The action being performed is drag and drop. എഴുതിയോ? ഓക്കെ. ദെൻ അടുത്ത് നോക്കിയേ. ദിസ് ആക്ഷൻ ഈസ് യൂസ്ഡ് ടു. ഈ ആക്ഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? മൂവിങ് കമ്പ്യൂട്ടർ ഐക്കൺ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇവിടെ എന്താ നടക്കുന്നത്? ഏത് ആക്ഷനാണ് നടക്കുന്നത്? കമ്പ്യൂട്ടർ ഐക്കണിനെ അതിൻ്റെ നേരത്തെ ഉള്ള പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു അല്ലേ. അതിന് മിസ് അപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താ? മൂവിങ് കമ്പ്യൂട്ടർ ഐക്കൺ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇവിടെ നടക്കുന്ന ആക്ഷൻ എന്താ? കമ്പ്യൂട്ടർ ഐക്കണിനെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമായിരുന്നു ചെയ്തത് അല്ലേ. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പം ഇതിൻ്റെ അകത്തെ ട്രൂ ഓർ ഫോൾസും അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ഇല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതുപോലെ തന്നെ ആക്ഷൻ. നമുക്ക് ഫങ്ഷൻ തന്നിട്ട് ഏത് ആക്ഷനാണ് യൂസ് ചെയ്യാൻ ചോദിച്ചത് അതൊക്കെ എന്തിലെഴുതണം? നോട്ട്സിലെഴുതണം കേട്ടോ. നോട്ട്ബുക്കിൽ എല്ലാവരും എഴുതണം കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.